പിണറായി വിജയൻ എത്ര വകുപ്പ് കൈകാര്യം ചെയ്തു? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. IT എന്തിനാ പിണറായി കയ്യിൽ വെച്ചത്? ഇതല്ലേ പറഞ്ഞത്. ഞങ്ങളുടെ കഴിഞ്ഞ ഗവൺമെൻറ് 2006-11 അന്ന് വ്യവസായ വകുപ്പ് മന്ത്രി എളമരം കരീം, അന്നത്തെ IT മന്ത്രി ആരാ? കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാലോ. നമ്മുടെ VS അല്ലേ IT മന്ത്രി? IT മന്ത്രി VS അല്ലേ? ഇനി ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല. കേരളത്തിൽ ആദ്യമായിട്ട് IT ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. 96-2001 98 മറ്റാണ് ആദ്യമായിട്ട് IT ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അത് മുഖ്യമന്ത്രി എന്ന നിലയിൽ നായനാർ തന്നെ ആയിരുന്നു ആ ചുമതല വഹിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ടുള്ള പറയുന്നത് ആദ്യത്തെ ഗവൺമെൻറ്റിൻ്റെ. പക്ഷേ 2006 ഗവൺമെൻറ് 11 ഗവൺമെൻറ് എല്ലാവർക്കും അറിയാമല്ലോ. അതിനകത്ത് പിണറായി വിജയൻ എന്താ പ്രത്യേകമായിട്ട് ഇപ്പോൾ നേരത്തെ വ്യവസായ വകുപ്പിൻ്റെ കയ്യിലിരുന്നൊരു വകുപ്പ് നേരെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് പിണറായി എടുത്തിട്ട് ആ വകുപ്പ് കൈവച്ചു, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നാണോ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്? വിവരങ്ങൾ നോക്കണ്ടേ? താൻ പറയുന്നത് മുഖ്യമന്ത്രിയാണെന്ന് അറിയണ്ടേ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ MLA അല്ലെങ്കിൽ അവർ പോലും ഉത്തരവാദിത്വം ഉണ്ടാവും, ജനപ്രതിനിധികളല്ലേ. മുഖ്യമന്ത്രി പറയുമ്പോൾ ഓരോ വാക്കും ഉറപ്പിക്കണ്ടേ? അപ്പോൾ പിണറായി വിജയൻ ആദ്യമായിട്ടാണ് LDF ഗവൺമെൻറ് കാഴ്ചപ്പാടതായിരുന്നു, അത് തുടർന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു പിണറായിക്ക് എന്താ ഇത്രയും വകുപ്പ് ഉണ്ടായല്ലോ. വകുപ്പുകളുടെ പ്രാധാന്യം മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മുടെ ഭരണനിർവഹണത്തിൽ റൂൾസ് ഓഫ് ബിസിനസ് മുഖ്യമന്ത്രി വായിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ഭരണ സംവിധാനത്തിനകത്ത് 3 സ്വയംഭരണ സംവിധാനമായ വകുപ്പുകളുണ്ട്. 1 ഫിനാൻസ്, 2 നിയമം, 3 പൊതുഭരണം. ഫിനാൻസിലേക്ക് ഇപ്പോൾ നിയമവകുപ്പ് നേരെ PSC നിയമനാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നമ്മൾ ഇൻഡസ്ട്രി അങ്ങനെയല്ല, അല്ലെങ്കിൽ അഗ്രികൾച്ചർ അങ്ങനെയല്ല, എഡ്യൂക്കേഷൻ അങ്ങനെയല്ല, പവർ അങ്ങനെയല്ല, ലേബർ അങ്ങനെയല്ല. സെക്രട്ടേറിയറ്റ് സ്റ്റാഫിനെയാണ് വയ്ക്കുന്നത്. നിയമവകുപ്പ് നേരെയാണ്, ധനവകുപ്പിലേക്ക് നേരെ എടുക്കുന്നുണ്ട്. പിന്നെ ഏത് വകുപ്പിൽ ആരിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് മറ്റ് വകുപ്പുകളെ സംബന്ധിച്ച് ഒറ്റ വകുപ്പുള്ളൂ, അത് പൊതുഭരണമാണ്. സാധാരണ മുഖ്യമന്ത്രിമാർ കയ്യിൽ വയ്ക്കും, കാരണം എല്ലാ വകുപ്പുകളുടെ ഏകോപനത്തിൻ്റെ വകുപ്പാണ്. പക്ഷേ ധനകാര്യത്തിൽ ഏത് പുതിയ കാര്യങ്ങൾ വന്നാലും സാമ്പത്തികമായി ബാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാനായി നമ്മുടെ ഭരണ സംവിധാനത്തിൽ ഭരണഘടനാനുസൃതമായി തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള വകുപ്പാണ് ധനവകുപ്പ്. 2 കരാറുകൾ സംബന്ധിച്ച്, പുതിയ നിയമത്തെ സംബന്ധിച്ച്, ഏത് കാര്യങ്ങളെ സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള അഡ്വൈസ് നൽകേണ്ടത്, അത് ചെയ്യേണ്ട വകുപ്പ് സ്വയംഭരണ സ്വഭാവമുള്ള വകുപ്പാണ് നിയമവകുപ്പ്. ഇതാണ് 2 പ്രധാന വകുപ്പുകൾ. പിന്നെ പൊതുഭരണം. ഇത് 3ഉം ഒന്നിച്ച് കയ്യിൽ വയ്ക്കുമ്പോൾ അപകടമാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. തുറമുഖം സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി എടുക്കുന്നു. തുറമുഖം എടുക്കുമ്പോൾ തുറമുഖത്തിൻ്റെ അധിക ബാധ്യത കരാറിനകത്ത് നിയമപരമായി നിൽക്കുമോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നു. ധനപരമായി സംസ്ഥാനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നു. അത് പരിശോധിക്കേണ്ട താഴെയുള്ള ഉദ്യോഗസ്ഥരെ അദ്ദേഹം തന്നെ നിയോഗിക്കുന്നു. ഇതാണ് ഒരു ക്രോസ് ചെക്കിംഗ് മെക്കാനിസം ഭരണ സംവിധാനത്തിനകത്ത് ഉണ്ടാകണം. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ പ്രാഥമികമായ പാഠം എന്ന നിലയിലാണ് നമ്മുടെ റൂൾസ് ഓഫ് ബിസിനസ് അങ്ങനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും കീ പോസ്റ്റുകൾ 3ഉം, കീ മിനിസ്ട്രി പോർട്ട്ഫോളിയോ 3ഉം കയ്യിൽ വയ്ക്കും അതിൻ്റെ പ്രത്യാഘാതമാണ്. അല്ലാതെ ഏതൊക്കെ വകുപ്പ് കയ്യിൽ വെച്ചാലും ഈ പ്രശ്നമില്ല. ഇപ്പോൾ ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ലേബർ ഒരാൾ കയ്യിൽ വെച്ചു, ഒരു പ്രശ്നമില്ല. കാരണം അതെല്ലാം ഇപ്പോൾ ഇൻഡസ്ട്രി കൈ വയ്ക്കുന്ന ഞാൻ ധനകാര്യമാണെങ്കിൽ ധനകാര്യത്തിലേക്ക് അയക്കണം, ഇനി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അയക്കണം. ഏത് വകുപ്പാണെങ്കിലും അവസാനം മുഖ്യമന്ത്രി കാണണം, നയപരമായ കാര്യങ്ങളാണെങ്കിൽ. അപ്പോൾ അതെല്ലാം ഒറ്റാളിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ആ പ്രശ്നം പറയുമ്പോൾ അതെല്ലാം മറുപടി പറയേണ്ടത് എല്ലാവരും കൂടി സമ്മതിച്ചു. അപ്പോൾ അവർ സമ്മതിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ പറയുന്ന ആളെന്ന നിലയിൽ ഭരണ നിർവഹണത്തിൽ ഇങ്ങനെ ക്രോസ് ചെക്കിൻ്റെ ബാലൻസിങ് മെക്കാനിസം നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ തന്നെ ഈ 3 സ്വയംഭരണ സംവിധാനം കൈകാര്യം തെറ്റാണ്, നിങ്ങളൊന്നും പഠിക്കാത്ത ആളുകളായതുകൊണ്ടാണ് നിങ്ങളിത് പറയുന്നത്, എനിക്കിതെല്ലാം അറിയാം, അതുകൊണ്ട് ഇത് തെറ്റ് എന്ന് പറയേണ്ടയാൾ അവർ പറഞ്ഞു ഞാൻ എടുത്തു എന്ന ന്യായമാണ് ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിന് ചേരുന്നതല്ല. കാര്യങ്ങൾ പറയുമ്പോൾ ആധികാരികത ഉറപ്പുവരുത്താനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്തം ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം കാണിക്കേണ്ടതുണ്ട്.